നമ്മൾ ജനങ്ങളെ പരാതികൾ എടുത്തിട്ട് അജണ്ട വെച്ചിട്ട് ഓരോ അജണ്ടയും അത് ഓരോ ബോർഡും കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പത്രസമ്മേളനം വിളിക്കലും പിന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും റീൽസ് ആയാലും എല്ലാം അത് ഭരണസമിതിന് ഇപ്പോഴത്തെ ഭരണസമിതിനെ ഒരു അതിൻ്റെ പ്രതിച്ഛായക്കൊരു മങ്ങലേൽക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെ ഭരണസമിതി ഒരു മോശക്കാരാക്കുക എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ നിയമസഭ കഴിഞ്ഞിട്ടും നമ്മൾ പുതിയ ഭരണത്തിൽ കയറിയിട്ടും പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടപ്പെട്ടവരോട് ചർച്ച ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ഇപ്പോൾ പൊന്തവെട്ടലിൻ്റെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്, പിന്നെ നായന പിടുത്തത്തിൻ്റെ കാര്യങ്ങളാണ്, പിന്നെ ലൈഫിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് നന്നായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ നമുക്ക് 1,63,00,000 സംതിങ് പൈസ തരാനുണ്ട്. അപ്പോൾ അത് നമുക്ക് കടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭരണത്തിൽ നമ്മൾ ആ ഫണ്ടിൻ്റെ ഒരു കുറവ് നമ്മൾ നികത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ലൈഫിൻ്റെ അത് നല്ലൊരു പ്രശ്നം തന്നെയാണ്. PMA വഴിയുടെ ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഞങ്ങളത് ആലോചിക്കുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ടവരോട് അത് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. അവരൊരു സ്പെഷ്യൽ ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അജണ്ട ഇട്ടു, സ്പെഷ്യൽ ബോർഡ് കഴിക്കും. പക്ഷെ അതിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാനില്ല. തീരുമാനങ്ങൾ പിന്നെ എടുത്തതാണത്. ഓരോ അജണ്ടയും നമ്മൾ ഇതിന് മുന്നേ ബോർഡ് വെച്ചിട്ട് ചർച്ച ചെയ്ത് ഇട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കാനില്ല. ജനങ്ങളെ ആവശ്യങ്ങളാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് അടിയന്തരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്യും. പിന്നെ അത് ഓരോ കാര്യങ്ങളും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുമുണ്ട്. ഇവിടെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നെല്ലായിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാൻ പറ്റില്ല, CPM-നേറ്റ കനത്ത തിരിച്ചടി, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കേറ്റ കനത്ത തിരിച്ചടി, ജനങ്ങളെ ഇവരെ ഈ രണ്ട് ഭാഗത്തുനിന്നും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും CPM-കാരുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ഇനി അവരത് ഉൾക്കൊള്ളണമെങ്കിൽ, കാരണം അവർക്കിപ്പോൾ ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഇനി നമ്മുടെ മുന്നിൽ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങൾ, ഇപ്പോൾ അവർ പറഞ്ഞ തെരുവുനായ ശല്യം സംബന്ധിച്ച് ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൂചിപ്പിച്ചു, ഇത് മുൻപ് ചർച്ച ചെയ്തതാണ്. അവർ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഈ തെരുവുനായ്ക്കളൊക്കെ ഒരു 6 മാസത്തിൽ കുറഞ്ഞ പ്രായമുള്ള തെരുവുനായ്ക്കളാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം അങ്ങോട്ട് ജനിച്ച് വളർന്നത് 6 മാസം മുമ്പ് നെല്ലായ ഭരിച്ചത് LDF ആണ്, CPM ആണ്. അന്ന് ഒന്നും ചെയ്യാതെ ഇരുന്ന ആളുകൾ, ഞങ്ങളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ പോലും ചെയ്യാതെ തെരുവുനായ്ക്കളെ വളരാൻ അനുവദിച്ചു കൊടുത്ത ആളുകളാണിപ്പോൾ ഈ ഭരണം മാറിയപ്പോൾ തെരുവുനായ ശല്യം എന്ന പ്രശ്നം പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് പൊന്തക്കാടുകൾ, റോഡിൻ്റെ വക്കത്തുള്ള പൊന്തയും കാടുകളും വെട്ടുന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞാണ് ഒന്ന് വന്നത്. അതും ഇവർ പറയുന്നത് കേട്ടൊന്നും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇവിടെ പൊന്ത ഉണ്ടായില്ല. പെട്ടെന്ന് മുളച്ചു പൊന്തിയ 6 മാസം കൊണ്ട് മുളച്ചു പൊന്തിയ പൊന്തകളാണ് നെല്ലായിലുള്ളത് എന്നാണ് പറയുന്നത് കേട്ടതൊന്ന്. ആ വിഷയം അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വിഷയം അവർക്കിപ്പോഴും ആ പരാജയം തങ്ങൾ ഭരണത്തിലില്ല എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് അവരുടെ വിഭ്രാന്തിക്ക് യഥാർത്ഥ കാരണം. ഇവിടെ സൂചിപ്പിച്ച ഈ പഞ്ചായത്തി രാജ് ആക്റ്റിലെ ഒരു നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ആ പഞ്ചായത്തി രാജിലെ നിയമം എന്ന് പറയുന്നത് നിലവിലുള്ള അംഗങ്ങളുടെ 1/3 അംഗങ്ങൾ ഒന്നിച്ച് ഒപ്പിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനൊരു കത്ത് കൊടുത്താൽ ആ കത്ത് കിട്ടിയാൽ ആ വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കണം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു 3 അജണ്ടകൾ വെച്ചുകൊണ്ട് പ്രസിഡന്റിന് കത്ത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി പ്രസിഡന്റ് നിയമപരമായി ആ യോഗം വിളിക്കുകയും ചെയ്തു. അതിലെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരതിൽ പറഞ്ഞിട്ടുള്ള ഈ നായിനെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഒരു അജണ്ട പറഞ്ഞത്. ഒന്ന്
നേരത്തെ പറഞ്ഞ പൊന്തക്കാടുകൾ, പുല്ലുകൾ, മരങ്ങൾ വെട്ടുന്നത് സംബന്ധിച്ചാണ്. മൂന്നാമത് പറഞ്ഞത് 2025-26 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നെല്ലായ ഭരിക്കുമ്പോൾ അന്നത്തെ തയ്യാറാക്കിയ പദ്ധതിയിൽ ഉൾപ്പെട്ട വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും സെൻസേഷണലായിട്ടുള്ള ചില പ്രശ്നങ്ങളാണിത്. അപ്പോൾ അത് ഇവർ നടപ്പാക്കുന്നില്ല എന്ന് വരുത്തി ഈ പഞ്ചായത്തിനെതിരെ ജനരോഷം ഉണ്ടാക്കാൻ പറ്റുള്ള നോട്ടാണ്. ഇവിടെ ഈ തെരുവുനായ ശല്യം സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അതാണ് പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ചെയ്യാതിരുന്ന ആളുകൾ എന്നാൽ ഈ ഭരണസമിതി വന്നപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ 2026-27 പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയിൽ തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെൻറ് സുപ്രീം കോടതി നിർദ്ദേശിച്ച പദ്ധതി അതാണ് ABC, അനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന പദ്ധതിക്ക് ആവശ്യമായ സംഖ്യ ജില്ലാ പഞ്ചായത്തിന് ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. അത് നടപ്പാക്കേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിന് നേരിട്ടിട്ടല്ല അത് ചിലവഴിക്കുന്നത്. ABC പ്രോഗ്രാം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രൊജക്റ്റാണ്. അതിലേക്ക് ആവശ്യമായ പൈസ നമ്മൾ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുകയും ചെയ്യാം. അതിനാവശ്യമായ പൈസ നമ്മൾ 26-27 പ്രൊജക്റ്റിൽ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഈ അതിനെ സംബന്ധിച്ച് ഇവിടെ കൃത്യമായി അതിന് ശേഷവും ഈ നായശല്യം കൂടുതലായി ഉയർന്നു വന്നപ്പോൾ ഈ ജൂലൈ മാസം 16 തീയതി നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ അജണ്ടയായിക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. തെരുവുനായ ശല്യ പ്രശ്നം സംബന്ധിച്ച് എന്ന് പറഞ്ഞ അജണ്ട ചർച്ച ചെയ്ത് ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് തീരുമാനമെടുത്ത് അതിന് ABC പ്രോഗ്രാമിലേക്ക് ആവശ്യമായ പൈസ, ഇനി കൂടുതൽ പൈസ ആവശ്യമാണെങ്കിൽ അത് നമുക്ക് വകയിരുത്തേണ്ടതുണ്ട് എന്ന് ചർച്ച ചെയ്ത് പിരിഞ്ഞത് 2026-ലാണ്. അപ്പോൾ ഈ വിഷയങ്ങളാകെ ചർച്ച ചെയ്ത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്ത് കഴിഞ്ഞ ഇത് പിന്നെ മെയ് മാസത്തിലെടുത്ത തീരുമാനം ജൂണും കഴിഞ്ഞ് ജൂലൈയിൽ വീണ്ടും അജണ്ടയാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്, ഇവിടെ നടക്കില്ല, സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.